നമസ്തേ. നിലയ്ക്കൽ പമ്പ റൂട്ടിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സൗജന്യയാത്ര വേണ്ട എന്നും അതിന്റെ അവകാശം KSRTCക്കാണെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ ഇക്കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ. തീർത്തും വസ്തുതാവിരുദ്ധവും ഹൈന്ദവ വിരുദ്ധവുമായ സത്യവാങ്മൂലമാണ് അവർ സമർപ്പിച്ചത്. എല്ലാ അവകാശങ്ങളെയും പിന്തള്ളിക്കൊണ്ട് ഈ തീർത്ഥാടനത്തെ അട്ടിമറിക്കുന്നതിനായാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്നും, അല്ലെങ്കിൽ എന്തിനാണ് തീർത്ഥാടകർക്കായി സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് പറയുന്ന ഒരു ഭക്ത സംഘടനയെ സർക്കാർ എതിർക്കുന്നത് എന്നും VR രാജശേഖരൻ ചോദിച്ചു. നിലയ്ക്കൽ പമ്പ KSRTC ബസ് സർവീസിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ അഡീഷണൽ സെക്രട്ടറിയും ലോ ഓഫീസറുമായിട്ടുള്ള ഉദ്യോഗസ്ഥ സുപ്രീം കോടതിയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന് എതിരായിട്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അപ്പീൽ തള്ളണം എന്ന ആവശ്യവുമായി അവിടെ സത്യവാങ്മൂലം രേഖപ്പെടുത്തുകയുണ്ടായി. ആ മഹനീയ വനിതയ്ക്ക് അവർ തയ്യാറാക്കിയ ഈ സത്യവാങ്മൂലത്തിൽ നിന്ന് തന്നെ അബദ്ധജടിലവും വസ്തുതാവിരുദ്ധവുമായ ഹൈന്ദവ വിരുദ്ധവുമായ ഒരു സത്യവാങ്മൂലമാണ് അവർ തയ്യാറാക്കി അവിടെ അത് സമർപ്പിച്ചിട്ടുള്ളത്. ആ സ്ത്രീ ഈ നിലയ്ക്കൽ പമ്പ സർവീസിനെ സംബന്ധിച്ച് യാതൊരു വിധമായ രേഖകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളോ പരിശോധിക്കാത്ത, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു അനുഭവമില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തതിനെ തയ്യാറാക്കി അവിടെ നോട്ടറി പബ്ലിക്കിനെ കൊണ്ട് സർട്ടിഫൈ ചെയ്ത് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതുവാൻ. അതായത് അവർ പറയുന്നത് 25%, 30% ഒക്കെ അധിക ചാർജ് ഈടാക്കാൻ ഉത്തരവ് കേരള സർക്കാരിൻ്റെ ഉത്തരവുണ്ട് എന്നാണ് പറയുന്നത് KSRTCക്ക് വേണ്ടിയിട്ട്. ആ ഉത്തരവ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഗതാഗത വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സംവിധാനം, ഒരു കമ്പനിയാണ് KSRTC. അപ്പോൾ അവർക്ക് ആവശ്യമായ, അവർക്ക് എങ്ങനെയും പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യമാണ് അവർ ചെയ്യുന്നത്. നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് ഇതര മതവിഭാഗങ്ങൾക്ക് മലയാറ്റൂർ തീർത്ഥാടനം ഒരു അധിക ചാർജുമില്ല, മഞ്ഞിനിക്കര തീർത്ഥാടനം ഒരു അനധികൃതമായിട്ടുള്ള അല്ലെങ്കിൽ അധികമായ ചാർജ് ഈടാക്കുന്നില്ല, മാരാമണ്ണ് കൺവെൻഷൻ, പരിമല തീർത്ഥാടനം ഒന്നുമില്ല. അതേപോലെ ഹജ്ജിന് പോകുന്ന തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്യുകയാണ്. ഹാജിമാർക്ക് വീടുകളിൽ നിന്ന് ഏറ്റവും പുതിയ ബസ്സുകൾ കൊടുത്ത് അവരെ ഹജ്ജ് ഭവനിൽ എത്തിക്കുന്നു, ഹജ്ജ് ഭവനിൽ എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നു, അവർ തീർത്ഥാടനത്തിന് പോകുന്നു. ഈ ഇരട്ടത്താപ്പ് എന്തിനു വേണ്ടി അതുപോലും ചിന്തിക്കാതെയാണ് ഈ നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നീട് ഫെയർ സ്റ്റേജിനെ സംബന്ധിച്ചാണ് അതിനകത്തുള്ള ഇത്ര ഈടാക്കാൻ ഞങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്, ഞങ്ങളത് അംഗീകരിക്കും, നിങ്ങൾക്കതിന് അവകാശമുണ്ട്. പക്ഷേ എന്തിനീ വിവേചനം ഹിന്ദുക്കളോട് മാത്രം? പിന്നെ ഒരു പച്ചക്കള്ളം പറഞ്ഞ് കൊച്ചു കുട്ടികളായിട്ടുള്ള ബാലമണികണ്ഠന്മാരടക്കം നിലവിളിച്ച, വൃദ്ധനായിട്ടുള്ള മാളികപ്പുറങ്ങളടക്കം ഈ ശ്വാസം കിട്ടാതെ ജലപാനം കിട്ടാതെ കിടന്ന് നിലവിളിച്ച, തിരക്കിനകത്തുപെട്ട് നിലവിളിച്ച സന്ദർഭങ്ങൾ പോലും വാർത്താമാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയതാണ്. അതുപോലും ശ്രദ്ധിക്കാതെയാണ്, കളവായ പ്രസ്താവനയാണ് ഈ സത്യവാങ്മൂലത്തിലൂടെ അവർ നടത്തിയിട്ടുള്ളത്. കാരണം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും പിന്നെ 1-2 പേരെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ ചെങ്ങന്നൂർ, ഞാൻ ഉദാഹരണം പറഞ്ഞ മാതിരി ചെങ്ങന്നൂരിൽ നിന്നും പമ്പ വരെയുള്ള ടിക്കറ്റ് നിങ്ങൾ വാങ്ങിച്ചത് വെട്ടിക്കുറച്ചുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ചെങ്ങന്നൂരിൽ നിന്നും നിലയ്ക്കൽ വരെ വാങ്ങുക. നിലയ്ക്കലിൽ നിന്നും അടുത്ത ഫെയർ സ്റ്റേജ് വാങ്ങുന്നുവെങ്കിൽ അവിടെ ഒരു കൃത്യമായിട്ട് ആവശ്യാനുസരണം നല്ല കണ്ടീഷൻ ബസ്സുകൾ ഈ ബഹുമാനപ്പെട്ട വ്യക്തിയോട് ചോദിക്കുക, ഇവിടെ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളിൽ എത്ര ബസ്സുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്? ഒരു ബസ്സിന് KSRTC പുതുതായി എടുത്ത് അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി മാത്രമാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. അല്ലാത്ത ഒരു ബസ്സിന് പോലും ഇൻഷുറൻസ് കവറേജ് ഇല്ല. അത്തരം ഇൻഷുറൻസ് ഇല്ലാത്ത ബസ്സുകളാണ് ഈ സർവീസിന് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കോടതിയിൽ പറയും, ഇൻഷുർ ചെയ്ത ബസ്സുകൾ മാത്രമേ അയ്യപ്പ ഭക്തന്മാരെ ചെയിൻ സർവീസിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അവർക്ക് 97 ഡിപ്പോകളിൽ നിന്ന് സർവീസ് നടത്തുന്നു എന്ന് പറയുന്നു. ഈ 97 ഡിപ്പോകളിൽ നിന്ന് നിങ്ങൾ സർവീസ് നടത്തുമ്പോൾ ഇൻഷുറൻസ് ഉള്ള ബസ്സുകൾ മാത്രമേ, സുരക്ഷിതമായ തീർത്ഥാടനം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇൻഷുറൻസ് ഉള്ള ബസ്സുകൾ മാത്രമേ ഉപയോഗിക്കാവൂ.
പക്ഷെ ഇവിടെ അയ്യപ്പ ഭക്തന്മാരെ കുത്തി നിറച്ചുകൊണ്ട് പോകുന്നതായ ആ ഒരു സ്ഥിതിവിശേഷം ഇല്ലാതെയാവണം. അതേപോലെ തന്നെ ചക്കുപാലത്തും ഹിൽ ടോപ്പിലും അതേപോലെ ത്രിവേണിയിലുമൊക്കെ ചെറുകിട ഇടത്തരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരവ് ഇനിയും അത് പിൻവലിക്കരുത്. അത് നിർബാധം ചെറുകിട വാഹനങ്ങളിൽ അയ്യപ്പ ഭക്തന്മാരെ പമ്പയിൽ ഇറക്കി തിരിച്ച് അവർക്ക് അനുവദിച്ചിട്ടുള്ള പാർക്കിംഗ് ചക്കുപാലത്ത് അല്ലെങ്കിൽ ഹിൽ ടോപ്പിൽ അല്ലെങ്കിൽ പമ്പയിൽ ത്രിവേണിയിലൊക്കെ എത്തിച്ചതിന് ശേഷം തിരികെ പമ്പയിൽ വന്ന് അവരെ തീർത്ഥാടകരെ വാഹനങ്ങൾ കയറി പോകുന്നതിനുള്ള സൗകര്യം ഉറപ്പാക്കണം. KSRTC സർവീസ് പമ്പ ഡിപ്പോയിൽ നിന്ന് തന്നെ അവരാരംഭിക്കണം. അവിടെ നിന്നും 2017 വരെ എപ്രകാരമാണോ നടന്നത് ആ രീതിയിൽ ചെയ്യാനായിട്ട് തയ്യാറാവണം. അതിന് KSRTC തയ്യാറല്ല എങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത് വിശ്വഹിന്ദു പരിഷത്തിന് അയ്യപ്പ ഭക്തന്മാർക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കുന്നതിനും സുഖദർശനത്തിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിലും സന്നിധാനത്തും നിർമ്മിച്ചിരിക്കുന്ന രമ്യഹർമ്മ്യങ്ങളെല്ലാം പൊളിച്ചു മാറ്റി അയ്യപ്പ ഭക്തന്മാർക്ക് യഥോചിതം വിശ്രമിക്കുവാനുള്ള സൗകര്യങ്ങൾ പമ്പയിലും സന്നിധാനത്തും നൽകുന്ന പക്ഷം ക്രൗഡ് മാനേജ്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കുവാനായിട്ട് കഴിയും. ബസ്സുകളിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് സാധിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിൽ ഇപ്പോൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ ആവാൻ പോവുകയാണ്. KSRTCക്കാരൻ്റെ കള്ളക്കളികൾ മുഴുവൻ അവസാനിക്കും. റെയിൽവേ ബോർഡ് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചെങ്ങന്നൂരിൽ നിന്നും പമ്പ വരെ 40 മിനിറ്റ് കൊണ്ട് എത്തുന്ന തരത്തിൽ തീർത്ഥാടന കാലയളവിൽ അയ്യപ്പ ഭക്തന്മാർക്ക് ട്രെയിൻ സർവീസ് നടത്തുന്നതിന് റെയിൽവേ ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്താണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വിപുലീകരണത്തിനായും വികസനത്തിനായി റെയിൽവേക്ക് സ്ഥലപരിമിതികളുണ്ട്. അതുകൊണ്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് 1.5 കോടി രൂപ ചെലവിൽ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടെ അയ്യപ്പ ഭക്തന്മാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് വിരിവെക്കുവാൻ, അവർക്ക് താമസിക്കുവാൻ, അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ 24 മണിക്കൂറും കുടിവെള്ളവും ആതുര സേവനവും അവർക്ക് ലഭിക്കുവാൻ എല്ലാ സൗകര്യങ്ങളും അവർക്ക് നൽകുന്നതിന് വേണ്ട ക്രമീകരണം അവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ബസ് സർവീസ് നടത്താൻ ബസ്സുകളും അതിൻ്റെ ക്രൂവും അതിനു വേണ്ട ഇന്ധനം നൽകുന്നതിനും ഒക്കെ ഉദാരമതികളായ നിരവധിയായ ആളുകളും വ്യക്തികളും ഒക്കെ തയ്യാറായി മുമ്പോട്ട് വരുന്നുണ്ട്. അവരുടെയൊക്കെ സഹകരണത്തോടുകൂടി വളരെ ഭംഗിയായിട്ട് ഇത് നിർവഹിക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന. സുപ്രീം കോടതി അനുകൂലമായ വിധി പുറപ്പെടുവിക്കും എന്നതിന് 2 പക്ഷമില്ല. സ്വാമിയെ ശരണമയ്യപ്പ.